ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു വേൾഡ് കപ്പ് കണ്ടത് 2010 ആഫ്രിക്കൻ വേൾഡ് കപ്പാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു വേൾഡ് കപ്പിൻ്റെ ഒരു തുടക്കകാലമാണ്. അതായത് ഈ യുവനിരകളുടെ ഒരു തുടക്കകാലം എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ ലിയണൽ മെസ്സിയെ പോലെയുള്ള ആൾക്കാരൊക്കെ അരങ്ങേറിയിട്ടുള്ള ഒരു വേൾഡ് കപ്പ് കൂടിയാണ്. അപ്പോൾ നമ്മളൊക്കെ നാട്ടിൽ കുറേ ഫ്ലെക്സ് ഉണ്ടാവും. ഇപ്പോൾ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അർജൻറ്റീനൻ്റെ ആരാധകർ ഒരുപാട് ഫ്ലെക്സ് അടിച്ച് കൂട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നേരെ മറിച്ച് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കൊടുത്തിട്ടുള്ളത് 1000 മെസ്സിക്ക് അരക്കക്ക എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനിലാണ് അന്നത്തെ ഒരു വേൾഡ് കപ്പിൻ്റെ ഫ്ലെക്സൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നത്. അതായത് കക്കയാണ് അന്നത്തെ ബ്രസീലിയൻ ടീമിൻ്റെ ഹൈലൈറ്റ് താരം എന്ന് പറയേണ്ടത്. മറുഭാഗത്ത് ലിയണൽ മെസ്സിയുടെ ഫ്ലെക്സുകളാണ് പൊന്തിയിട്ടുള്ളത്. ഇതേ ഒരു സമയത്താണ് സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാജ്യത്തിന് 2008 യൂറോ കപ്പ് അടിച്ചതിന് ശേഷമാണ് കുറച്ചൊക്കെ ആരാധകർ നമ്മളെ നാട്ടിലും ഉടലെടുക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ആ ടീമിനായിട്ട് ഫ്ലെക്സ് വെക്കാനായിട്ടൊന്നും അധിക പേരില്ല എന്ന് പറയേണ്ടി വരും. 2010 ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ആ ഒരു വേൾഡ് കപ്പിന് ശേഷമാണ് പ്രത്യേകിച്ചും ഈ ഒരു ടീമിനെ എല്ലാവരും എടുത്ത് പറയാൻ തുടങ്ങിയത്. അങ്ങനെ വേൾഡ് കപ്പ് തുടങ്ങി പല ടീമുകളും പ്രതീക്ഷിക്കാത്ത നിലയിൽ തന്നെ പുറത്തു പോയി തുടങ്ങി. അതായത് ഫേവറേറ്റ് ആയിട്ടുള്ള പല ടീമുകളും പുറത്തുപോയി. ഇപ്പോൾ ബ്രസീലായാലും അർജൻറ്റീന ആയാലും എല്ലാവരും പുറത്തുപോയി. ഇതേ സമയത്താണ് ഒരു ഭാഗത്തു കൂടെ ആ ഒരു വന്നിട്ടുള്ള യുവനിരയുമായിട്ട് സ്പെയിൻ എന്ന് പറയേണ്ട ഒരു രാജ്യം വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് വരുന്നത്. അതായത് യൂറോ കപ്പ് അടിച്ചെന്ന് വിചാരിച്ച് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എത്തുന്നൊന്നും ആരും വിചാരിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു സമയത്താണ് ഒരു നിറഞ്ഞ കയ്യോടോട് കൂടിയിട്ട് സ്പെയിന് ആ ഒരു വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തുന്നത്. അന്ന് ആ ഒരു ഫൈനലിൽ ഇന്നും വേൾഡ് കപ്പിൽ ഓരോരുത്തരും ഓരോ സ്പെയിൻ ആരാധകരും ഓർത്തിരിക്കും. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയേണ്ടത് ആ ഒരു ഗോൾ തന്നെയാണ്, ഇനിയസ്റ്റ് നേടിയിട്ടുള്ള ആ ഒരു ഗോൾ. അന്നത്തെ സ്പെയിൻ്റെ ടീം ഡേവിഡ് വില്ല, പുയോള്, പിക്കോ, റാമോസ്, ടോറസ്, ഇനിയസ്റ്റ്, സാവി അങ്ങനെ അടങ്ങുന്ന ഒരു താരനിരയാണുള്ളത്. അതായത് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ യുവനിരയാണ് സ്പെയിൻ്റെ അടുത്തുള്ളത്. നല്ല മിഡ്ഫീൽഡ് നിരയുണ്ട്, നല്ല ഡിഫൻസ് നിരയുണ്ട്, കസിയസിനെ പോലത്തെ ഒരു ഗോൾ കീപ്പർ ഉണ്ട്, മുന്നേറ്റ നിരയുണ്ട്. ഇങ്ങനത്തെ ഒരു നിരയുള്ള ഒരു ടീമാണ് സ്പെയിൻ എന്ന് പറയേണ്ടത്. അതായത് വജ്രായുധങ്ങൾ, യൂറോപ്യൻ ഫുട്ബോളിൻ്റെ വജ്രായുധങ്ങളാണ് അന്ന് സ്പെയിനിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വേൾഡ് കപ്പ് നേടിയതോടുകൂടി സ്പെയിൻ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിന് നമ്മളെ നാട്ടിലൊക്കെ ഒരുപാട് ആരാധകർ തിങ്ങി നിറഞ്ഞു എന്ന് വേണം പറയാൻ. അതായത് സ്പെയിനിന് പിന്നീടുള്ള വേൾഡ് കപ്പിലും യൂറോ കപ്പിലൊക്കെ ഫ്ലെക്സുകൾ നമ്മളെ നാട്ടിൽ പൊന്താനായിട്ട് തുടങ്ങി. പക്ഷേ പിന്നീടുള്ള കാലഘട്ടം സ്പെയിനെ സംബന്ധിച്ചിടത്തോളം 2010 ശേഷം ഒരു സുവർണ്ണ കാലഘട്ടം തെളിഞ്ഞിട്ടില്ല. 2014 ഈ വേൾഡ് കപ്പ് നേടിയ അതേ സ്പെയിന് തന്നെ ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തു പോകുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് സ്പെയിൻ ആരാധകർക്ക് ഒരുപാട് വിഷമം കൊടുത്തിരുന്ന ഒരു സംഭവമായിരുന്നു അത്. പിന്നീട് പതിയെ ഈ ടീം എന്തായി, പ്രതാപങ്ങളെല്ലാം കൈവിട്ട് തുടങ്ങി. 2014 വേൾഡ് കപ്പും പോയി. അതുപോലെ തന്നെ 2014 നെതർലാൻഡിൻ്റെ അടുത്ത് 5-0 എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈനിൽ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു തോൽവി ഉണ്ടായി. 2018 വേൾഡ് കപ്പ് പോയി, 2016 യൂറോ കപ്പ് പോയി, 2020 യൂറോ കപ്പ് പോയി, 2022 അതുപോലെ തന്നെ വേൾഡ് കപ്പും പോയി. അങ്ങനെ ഒട്ടനവധി വർഷങ്ങൾ തിരിച്ചടിയായിട്ടുള്ള ഒരു ടീമായി മാറി സ്പെയിൻ എന്ന് പറയേണ്ട ആ ഒരു ടീം. കാരണം അത്രക്കും ആരാധകരുണ്ട്, അത്രക്കും പ്രതാപങ്ങൾ ഉയർന്നിട്ടുള്ള ഒരു ടീമായിരുന്നു. ആ ഒരു സർവാധിപത്യങ്ങളെല്ലാം ലോക ഫുട്ബോളിന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈം തന്നെയാണ് പിന്നെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുന്നത്. പിന്നീട് പല താരങ്ങളും ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിച്ചു. ഇപ്പോൾ ടോറസിനെ പോലെയുള്ള താരങ്ങൾ, ഡേവിഡ് വില്ല, അതുപോലെ ഇനിയസ്റ്റ, സാവി, ഇങ്ങനെയുള്ള പല താരങ്ങളും ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും പടിയിറങ്ങി. സ്പെയിനിൻ്റെ ആ ഒരു സുവർണ്ണ കാലഘട്ടം അവസാനിച്ചു എന്നെല്ലാം പലരും എഴുതി തള്ളിയിരുന്നൊരു കാലഘട്ടത്താണ് ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ സ്പെയിൻ എന്ന് പറയേണ്ട രാജ്യം 2024 യൂറോ കപ്പ് കളിക്കാനായിട്ട് ജർമ്മനിയിലേക്ക് വരുന്നത്. ഒരു പക്ഷേ എല്ലാ ആരാധകരും എഴുതി തള്ളിയ ഒന്നായിരുന്നു. സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം യുവനിരകളാണ്, എക്സ്പീരിയൻസ് ഇല്ലാത്ത കളിക്കാരാണ്. അപ്പോൾ ഒരിക്കലും ഒരു ക്വാർട്ടർ ഫൈനൽ എന്ന് പറയുന്ന ആ ഒരു നിലയിലേക്ക് എത്താൻ മാത്രമൊന്നും സ്പെയിൻ്റെ കയ്യിലില്ല. 16, 17, 18, 19 വയസ്സുള്ള താരങ്ങളാണ്. ഇവരൊക്കെയാണ് യൂറോ കപ്പിൽ വരുന്ന ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട് പോലത്തെ വലിയ വലിയ രാജ്യങ്ങൾക്ക് മുമ്പിൽ പോരാടാനായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ പലരും എഴുതി തള്ളിയിട്ടുള്ളൊരു വാക്കാണ്. പല ജേർണലിസ്റ്റുകളും പല ആൾക്കാരും എഴുതി തള്ളിയിട്ടുള്ളൊരു വാക്കാണ്. എന്നാൽ യൂറോ കപ്പിന് തന്നെ ആരാധകരെ തന്നെ അന്തം പിടിപ്പിച്ചിട്ടാണ് ഇന്നത്തെ സ്പെയിൻ എന്ന് പറയുന്ന ടീമിൻ്റെ കുതിച്ചോട്ടം എന്ന് പറയേണ്ടത്. അതായത് ഈ യൂറോ കപ്പിലെ മരണ ഗ്രൂപ്പിലാണ് സ്പെയിന് പെട്ടിട്ടുള്ളത്. ഇറ്റലിയാണ് മറുഭാഗത്തുള്ളത്. അതായത് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ്, യൂറോ ചാമ്പ്യന്മാരാണ് ഇറ്റലി എന്ന് പറയേണ്ടത്. അതിൻ്റെ അപ്പുറത്തുള്ളത് 2018 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വരെ പോയി. 2022 വേൾഡ് കപ്പിലും മികച്ച
മികച്ച പോരാട്ടം കാഴ്ചവെച്ചിട്ടുള്ള ക്രൊയേഷ്യയാണ്. ഈ 2 ടീമിനെയും നിലം പരിശാക്കിയിട്ടാണ് യൂറോപ്പിൻ്റെ അധിപന്മാരാവാനായിട്ട് പ്രീ ക്വാർട്ടറിലേക്ക് ഇന്ന് സ്പെയിന് പ്രവേശിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രധാന ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാരെന്ന് പറയുന്നത്, ഇന്നവർ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞു അതേ യുവതാരങ്ങൾ തന്നെയാണ്. വിങ്ങുകൾ മാറി മാറി വരിച്ചുകൊണ്ടിരിക്കുന്ന നിക്കോ വില്യംസും യമാലിനെയും പോലെയുള്ള താരങ്ങൾ, അതുപോലെ തന്നെ ഓൾമോയെ പോലെയുള്ള താരങ്ങൾ, റൂഡ്രിയെ പോലെയുള്ള താരങ്ങൾ, മൊറോട്ടയെ പോലെയുള്ള താരങ്ങൾ, ഒരുപാട് താരങ്ങളാണ് ഇന്ന് സ്പെയിനിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ കളികൾ മാത്രം കളിച്ചു എന്ന പേരിൽ വിമർശിക്കപ്പെടേണ്ട ഒരു ടീമല്ല സ്പെയിൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മളൊക്കെ പറയല്ലോ ഇജാതി ഒരു ടീം എന്നൊക്കെ, അതേമാതിരി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ സ്പെയിൻ എന്ന് പറയുന്ന ഒരു ടീം. യൂറോ കപ്പ് നേടാൻ സാധ്യത പലരും യൂറോ കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് സ്പെയിനിന് പോലും കൊടുത്തിട്ടില്ല. കാരണം അതിൻ്റെ പ്രധാന കാരണങ്ങളൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു. അതുപോലെ തന്നെയാണ് അതിൻ്റെ ശേഷം ഒന്നും ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം സ്പെയിനിൽ നിന്ന് ഒരുപാട് സാധ്യതയുണ്ട്. കാരണം വിറപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ വലിയ വമ്പന്മാരാണെന്ന് ഓർത്തുകൊള്ളണം.